അനുഭവങ്ങളുമുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും കേരളത്തിൽ നടന്നിട്ടുള്ള വളരെ ത്യാഗോജ്ജലമായ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾക്കിപ്പോഴിവിടെ ഒന്നിച്ചിരിക്കാൻ പോലും കഴിയുന്നത്. നമുക്കറിയാം, പണ്ഡിറ്റ് കറുപ്പൻ എന്ന മഹാനുഭാവനെ ലോകം വിശേഷിപ്പിച്ചത് കേരള ലിങ്കൺ എന്നാണ്. 10,000-കണക്കിന് അടിമകൾക്ക് മോചനം നൽകിയ എബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ ചെയ്ത പ്രവൃത്തിക്ക് സമാനമായ രീതിയിൽ കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗത്തിന് മോചനത്തിൻ്റെ വലിയ പാത തുറന്നു കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ കേരള ലിങ്കൺ, കേരളത്തിൻ്റെ ലിങ്കൺ എന്ന് വിശേഷിപ്പിച്ചത്. അതിൽ നിന്നും തന്നെ അദ്ദേഹം എടുത്ത നിലപാടുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാവും. 52 വർഷക്കാലമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പല മഹാന്മാരും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, അധികം നാൾ ജീവിച്ചിരുന്നവരല്ല. കുമാരനാശാൻ 51 വയസ്സ്, ചങ്ങമ്പുഴ 39 വയസ്സ്, അങ്ങനെ എടുത്തു നോക്കിയാൽ വയലാർ 49 വയസ്സ്, അങ്ങനെ വളരെ ചുരുക്കം. ഈ ശങ്കരാചാര്യർ 32 വയസ്സ്. അങ്ങനെ പല പ്രമുഖരും വളരെ അകാലത്തിൽ നമ്മെ പിരിഞ്ഞവരാണ്. പണ്ഡിറ്റ് കറുപ്പിനെ സംബന്ധിച്ച് ജനിച്ച പശ്ചാത്തലമൊന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. അന്നത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം നേടുകയും അത് പലയിടങ്ങളിലായി ചെറായിലും ഒക്കെയായിട്ട് അവസാനം കൊടുങ്ങല്ലൂർ കോവിലകത്തുനിന്ന് പോയി വിദ്യ അഭ്യസിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആദ്യത്തെ പേര് ശങ്കരൻ എന്നായിരുന്നു. വെളുത്ത ആൾ എങ്ങനെ കറുപ്പനായി എന്നതിനെ പറ്റിയുള്ള കഥയും നമ്മൾ കേട്ടിട്ടുണ്ടാകും. തമിഴിൽ കറുപ്പൻ എന്നാൽ പഠിപ്പുള്ളവൻ എന്ന അർത്ഥം സൂചിപ്പിക്കുമാറ് ഒരു ദേശസഞ്ചാരി കറുപ്പന് കൊടുത്ത പേരാണ് ശങ്കരൻ കറുപ്പനായി മാറിയത്. അദ്ദേഹം ഇങ്ങനെ പ്രവചിക്കുകയും ചെയ്തു, ഇദ്ദേഹം പഠിച്ച് നല്ല പഠിപ്പുള്ള വിവേകശാലിയായി മാറുമെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തു. 1885 അദ്ദേഹം ജനിക്കുന്നത്, മെയ് 24-ാം തീയതി. 1873 കുമാരനാശാൻ ജനിക്കുന്നത്. 12 വയസ്സിന് മൂത്തത് കുമാരനാശാൻ. 1885 ശ്രീനാരായണ ഗുരു, 1855 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 30 വയസ്സിൻ്റെ മൂപ്പ്. 1877 ഉള്ളൂർ ജനിക്കുന്നത്. 1878 വള്ളത്തോൾ ജനിക്കുന്നത്. ഏതാണ്ട് സമകാലീനർ എന്ന് നമുക്ക് പറയാം. 1889 സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. ഒരുപക്ഷെ അക്കാലത്ത് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. അക്കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ദുരിതപൂർണമായ സാമൂഹിക അവസ്ഥ അത് കണ്ടുകൊണ്ട് ഇവിടെ കീഴ്ജാതിക്കാർക്ക്, ചണ്ടാലർക്ക്, ചാതുർവർണ്ണയ രീതിയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ കഴിഞ്ഞിട്ട് അതിൻ്റെ വെളിയിൽ കിടക്കുന്ന മനുഷ്യരല്ലാത്തവരെ പോലെ പരിഗണിക്കുന്ന ചണ്ടാല വിഭാഗം, അവരെ സംബന്ധിച്ച് നമ്മുടെ പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അവകാശമില്ലാതെ ഉണ്ടായിരുന്ന ഒരു കാലം. ആരാധനാലയങ്ങളിൽ, ദേവാലയങ്ങളിൽ, അമ്പലങ്ങളിൽ കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ലാതിരുന്ന കാലം. അരയ സമുദായവും പറയ സമുദായവും പുലയ സമുദായവുമെല്ലാം അടിമകളായി കഴിയുന്ന കാലം. അക്കാലത്താണ് തീർച്ചയായും പണ്ഡിറ്റ് കറുപ്പിൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും എവിടെയെങ്കിലും ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോവിലകത്ത് പോയി വിദ്യാഭ്യാസം നടത്തുക എന്നുള്ളതിനകത്തും അയിത്തത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ചില സവർണ വിഭാഗത്തിൽപ്പെട്ടവർ പണ്ഡിതന്മാരായ കുട്ടികളെ സംബന്ധിച്ച്, മിടുക്കന്മാരായ കുട്ടികളെ സംബന്ധിച്ച് വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിന് സമ്മതമായിരുന്നു. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ കോവിലകത്ത് പോയി പണ്ഡിറ്റ് കറുപ്പും പഠനം ആരംഭിക്കുന്നു.
കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായി പലവട്ടം നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തെ ഇറയത്തിരുത്തി സംസാരിച്ചപ്പോൾ അയിത്തചാരിക്കാതെ ഇറയത്ത് കയറ്റിയതിനെ സംബന്ധിച്ച് പ്രതിഷേധം ഉണ്ടായി. അന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞത് വിദ്യയ്ക്ക് അയിത്തമില്ല എന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നിരവധിയായ രചനകൾ, കീർത്തനങ്ങൾ, കവിതകൾ, നാടകങ്ങൾ എല്ലാം എഴുതുകയും വലിയ രീതിയിൽ അത് ജനശ്രദ്ധ നേടുകയും ചെയ്തു. പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനകളെല്ലാം സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന്, മാറ്റത്തിന്, സാമൂഹിക പുരോഗതിക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം അങ്ങനെ എഴുതുകയും നമ്മുടെ പണ്ഡിത സമൂഹത്തിൽ അത് വലിയ സ്വീകാര്യത നേടുകയും ചെയ്തു. അധ്യാപനത്തോടുകൂടിയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും അധ്യാപകനായി. ഒടുവിൽ മഹാരാജാസിലെ അധ്യാപകനായിരുന്നു. മറ്റു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. കൊച്ചിയിലെ MLC ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചിയിൽ MLC ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കൊച്ചി സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ സുപ്രസിദ്ധമാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം സഭാ നടപടികൾ മലയാളത്തിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ MLCയും അദ്ദേഹം തന്നെയായിരുന്നു. രണ്ടാം തവണ അദ്ദേഹത്തെ MLC ആയി നിശ്ചയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു ജാതിക്കാരന് അത് കൊടുക്കാനും അങ്ങനെ മറ്റൊരാളെ തീരുമാനിക്കുകയുമായിരുന്നു. അതുമല്ലെങ്കിൽ വളരെ വിപുലമായ കാഴ്ചപ്പാടോടുകൂടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് കൂടി പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വളരെ ശ്രദ്ധേയമായിരുന്നു. അക്കാലത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുവഴിയിലൂടെ കീഴ്ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു മാത്രമല്ല, ഒരു യോഗം ചേരുന്നതിന് പോലും കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് പുലയ മഹാസഭയുടെ ഒരു പ്രഥമ സമ്മേളനം കൊച്ചി കായലിൽ വെച്ച് കൂടുകയും കായൽ സമ്മേളനം എന്ന പേരിൽ അത് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. നമ്മളൊരുപക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ അത്രയൊന്നും പ്രാധാന്യമില്ല എന്ന് തോന്നാമെങ്കിലും അന്നത്തെ കാലത്തെ സംബന്ധിച്ച് അധികാരികളോട്, സവർണ വിഭാഗത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി ഒരു പ്രത്യേക ജാതി വിഭാഗത്തെ, മതവിഭാഗത്തെ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു യോഗം എറണാകുളം നഗരത്തിലുണ്ടാവുകയും നഗരത്തിലൂടെ, വളരെ ശ്രദ്ധിക്കണം, നഗരത്തിലൂടെ കീഴ്ജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശം വേണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ, അതുകൊണ്ടൊക്കെയാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരള ലിങ്കനാവുന്നത്. ശ്രമഫലമായിട്ടാണ് എറണാകുളം നഗരത്തിലൂടെ, നമ്മുടെ പൊതുവഴിയിലൂടെ കുറച്ചെങ്കിലും ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത്. കേരളവർമ്മ വലിയ തമ്പുരാനിൽ നിന്ന് വിദ്വാൻ പദവി ലഭിക്കുന്നുണ്ട്. കൊച്ചി രാജാവിൽ നിന്ന് കവിതിലകൻ എന്ന ബഹുമതി നേടുന്നുണ്ട്. അധ്യാപകനായിരുന്ന കാലത്ത് അദ്ദേഹം എറണാകുളത്തേക്ക് താമസം മാറ്റുകയും ആ വീടിന് സാഹിത്യ കുടീരം എന്ന് പേരിടുകയും അവിടെ വെച്ചാണ് അദ്ദേഹം നമ്മോട് യാത്ര പറയുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബാലനായ കവിയിൽ പ്രിയത്തോടും ലാലനാ മധുരമോതുകല്ല ഞാൻ, ശീലമോടിവൻ ഒഴിക്കുന്നു മേൽക്കുമേൽ ചാലവേ കയറുമില്ല സംശയം. വളരെ ചെറുപ്രായത്തിൽ തന്നെ ലങ്കാമർദ്ദനം, 12-ാം വയസ്സിൽ എഴുതിയ ലങ്കാമർദ്ദനം എന്ന നാടകം കണ്ടിട്ടാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. എന്നാൽ
കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അന്നത്തെ കവികളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് കവിഭാരതം എന്നൊരു കൃതി എഴുതുന്നുണ്ട്. അതിൽ കീഴ്ജാതിക്കാരായ കവികൾ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും പണ്ഡിറ്റ് കറുപ്പനും ഒന്നും ഇടം പിടിച്ചില്ല. അപ്പോഴാണ് മൂലൂർ കവിരാമായണം എന്നൊരു മറ്റൊരു കൃതി എഴുതുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതം എഴുതിയപ്പോൾ മൂലൂര് കവിരാമായണം എന്നൊരു കൃതി എഴുതുകയും അതിൽ ശ്രീനാരായണ ഗുരുവിനെ ആദ്യ കവിയായി അവതരിപ്പിച്ചുകൊണ്ട്, വാൽമീകിയായി അവതരിപ്പിച്ചുകൊണ്ടാണ് ആ കൃതി ആരംഭിക്കുന്നത്. അതിൽ പണ്ഡിറ്റ് കറുപ്പിനെ ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്: കേമത്തിൽ കൃതി തീർപ്പതിന് വിരുതുന്നേറ്റം പ്രസംഗിക്കുവാൻ സാമർഥ്യ തികവുണ്ട് ശൂരതയുമുണ്ടിമ്മട്ടിൽ വാണിയിടുവോൻ KP ചേർന്ന കറുപ്പനാം കവിവരൻ വിദ്വൽ സഭാപൂജിതൻ എന്നിങ്ങനെയാണ് അതിൽ മൂലൂര് പണ്ഡിറ്റ് കറുപ്പനെ വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ പണ്ഡിറ്റ് കറുപ്പിൻ്റെ എല്ലാ കൃതികളും മാറ്റിവെച്ചാലും നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നാം ഇന്ന് പ്രാധാന്യത്തോടുകൂടി പറയുന്ന ജാതിക്കുമ്മി ഒറ്റ കൃതി കൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ മലയാള സാഹിത്യ ചരിത്രത്തിലുണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ കീഴ്ജാതി വിഭാഗത്തിൽ നിന്ന് കവികളധികം വരാത്ത കാലത്ത് കീഴ്ജാതി വിഭാഗത്തിൽ നിന്ന് ഒരു കവി ഉയർന്നു വരികയും കീഴ്ജാതിക്കാരുടെ മോചനത്തിന് വേണ്ടി അക്ഷരങ്ങളെ, തൂലികയെ പടവാളാക്കുകയും ചെയ്ത ആദ്യ കവിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് നമുക്ക് പറയാം. സൂചിപ്പിച്ചതുപോലെ 1905 ജാതിക്കുമ്മി എഴുതുന്നത്. ഈ ജാതിക്കുമ്മി എഴുതുമ്പോൾ അത് നാടൻ ശീലിലാണ് എഴുതിയിട്ടുള്ളത്. അമ്മാനക്കുമ്മി എന്ന നാടൻ വൃത്തത്തിലാണ് അതുള്ളത്. കുമ്മി രീതിയിൽ പാടാവുന്ന കൃതിയാണ്. 141 ശീലുകളുണ്ട്, 705 വരികളുണ്ട്. അക്കാലത്ത് അത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൈയെഴുത്ത് പ്രതി പകർത്തി എഴുതി കൈമാറി പഠിച്ച് നമ്മുടെ നാട്ടിൻ പുറത്ത് അത് പാടി പാടി നടന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ജാതിക്കുമ്മി എത്ര കണ്ട് വാത്സല്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നമ്മുടെ സമൂഹം ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല, ചില ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് പ്രാർത്ഥനയ്ക്ക് പകരം ജാതിക്കുമ്മി ചൊല്ലിയിരുന്നു. അത്ര കണ്ട് സമൂഹം ഏറ്റെടുത്ത ഒരു കൃതി. കാരണം അത് ഈ സമൂഹത്തെ മുഴുവൻ പ്രതിപാദിക്കുന്ന കൃതിയാണ് എന്നുള്ളത് കൊണ്ടാണ്. പറഞ്ഞതുപോലെ ശങ്കരാചാര്യരുടെ ഒരു ചിന്തയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു കൃതി രചിക്കാനായി, ഒരു സവർണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരു കൃതി രചിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജോലി ഉണ്ടായിരുന്ന സമയത്ത് പോലും നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി പോരാടിയ മനുഷ്യൻ. തീർച്ചയായും നമ്മുടെ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിൽ ഉടലെടുത്ത ദർശനങ്ങളും ആശയങ്ങളുമാണ് ഒരുപക്ഷെ പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ പോലും ഇടം പിടിച്ചത്. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയുമൊക്കെയല്ല. അതിനൊരു കാരണം കീഴ്ജാതിയിൽപ്പെട്ട BR അംബേദ്കർ എന്ന മഹാമനുഷ്യൻ അവിടെ ഈ ഭരണഘടനയുടെ നിർമ്മാണവുമായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അന്ന് നടന്നൊരു തർക്കമുണ്ട്, ഇത് മതപരമായിരിക്കണമോ മതനിരപേക്ഷമായിരിക്കണമെന്ന്. വോട്ടിനിട്ടാണ് ഒടുവിൽ നമ്മുടെ രാജ്യം മതനിരപേക്ഷമായിരിക്കണം, നമ്മുടെ ഭരണഘടന മതനിരപേക്ഷമായിരിക്കണം എന്ന് തീരുമാനിച്ചത്.
എന്ന് തീരുമാനിച്ചത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ദാക്ഷായണി വേലായുധനും ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അതുമല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ആശയങ്ങൾ, ദർശനങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്കും ഇടം പിടിച്ചു എന്നുള്ളതാണ് ചെറിയ കാര്യം. അങ്ങനെ നവോത്ഥാന മുന്നേറ്റത്തിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ജനിച്ച, രണ്ടാം പകുതിയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വലിയൊരു നിര ഉള്ളതിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന നേതാവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. ഒരുപക്ഷെ ചരിത്രത്തിൽ കുറച്ച് പാർശ്വവൽക്കരിക്കപ്പെടുകയും നമ്മൾ സാഹിത്യത്തിൽ എടുക്കുമ്പോൾ പോലും പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ സംഭാവനകൾ വേണ്ട രീതിയിൽ പരിഗണിച്ചോ എന്ന് സംശയമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കീഴ്ജാതിക്കാർക്ക് അമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അന്ന് ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറത്ത് കീഴ്ജാതിക്കാർക്ക് ഒരു ശിവനെ, കീഴ്ജാതിക്കാരുടെ ശിവനെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. സവർണ മേധാവിത്വം ആരിളകി വന്നപ്പോൾ ഇത് സാധാരണക്കാരൻ്റെ ശിവൻ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അത്തരം മുന്നേറ്റങ്ങൾ 1873 അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര, ഇതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെ ധീവര വിഭാഗത്തിനും പറയ സമുദായത്തിനും പുലയ സമുദായത്തിനും തങ്ങളുടെ പ്രാധാന്യം, പ്രാതിനിധ്യം, സമത്വം സമൂഹത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അക്ഷരങ്ങളിലൂടെ സന്ധിയില്ലാതെ സമരം ചെയ്ത നവോത്ഥാന പോരാളിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി മുന്നോട്ട് വെച്ച ആ ഒരു നമ്മുടെ ഉള്ളിലേക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഉൾക്കാമ്പിലൂടെയാണ്, ഉൾക്കൊള്ളലിലൂടെയാണ് പിന്നീട് മലയാളത്തിൽ വന്ന പല കൃതികളും ആശാന്റെ തിരവക്കയും ചണ്ടാലഭിഷേകിയും ചിന്താഭിഷയായ സിരിയും എല്ലാം അതിന് ശേഷമാണ് വരുന്നത്. 1912 ജാതിക്കുമ്മി പ്രസിദ്ധീകരിച്ചെങ്കിൽ 1919 ആശാന്റെ ചിന്താഭിഷയായ സിര പ്രസിദ്ധീകരിക്കുന്നത്. 1922 ദുരവസ്ഥയും ചണ്ടാലഭിഷേകിയും പ്രസിദ്ധീകരിക്കുന്നത്. ഒരുപക്ഷെ ജാതിഭൂമിയുടെ ചുവടുപിടിച്ചുകൊണ്ട് അയിത്തം കുറ്റകരമാണ് എന്ന് പുരാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ലോക ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 603 ദിവസം നീണ്ടു നിന്ന സമരം, തന്നെയുമല്ല ത്യാഗഭരിതമായ സമരം. ഇങ്ങനെ ത്യാഗഭരിതമായ ഒരു സമരത്തിലേക്ക് കേരള ജനത ഒറ്റ മനസ്സോടുകൂടി പുറപ്പെടണമെങ്കിൽ അവരെ ഉത്തേജിപ്പിച്ച ഒരു ഘടകമുണ്ട്. ആ ഘടകമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൈയെഴുത്ത് പ്രതിയായി, വാമൊഴിയായി കൈമാറിയ, പാടി നടന്ന, സന്ധ്യയ്ക്ക് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരുന്ന് ചൊല്ലിയ സ്വന്തം കവിത. ആ സ്വന്തം കവിതകൾ പാടി കേട്ട് തങ്ങളിലേക്ക് ഉൾക്കൊണ്ട ആശയത്തെ, ആവേശത്തെ, ആദർശത്തെ സാക്ഷാത്കരിക്കലായിരുന്നു ഞങ്ങൾക്കും പൊതുവഴി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 1924 മാർച്ച് 30 വൈക്കത്ത് സമരം ആരംഭിച്ചത്. 99 വെള്ളപ്പൊക്കം, 1924 വെള്ളപ്പൊക്കം, മൂന്നാർ അടക്കം ഒലിച്ചുപോയ വെള്ളപ്പൊക്കം, വൈക്കം നഗരം 2018 വെള്ളപ്പൊക്കത്തിലും മുങ്ങിയിട്ടില്ല. ആ 99 വെള്ളപ്പൊക്കത്തിൽ നെഞ്ചോളം വെള്ളത്തിൽ നിന്നാണ് ആ സമരഭടന്മാർ സമരം ചെയ്തത്. അത്ര നിശ്ചയദാർഢ്യത്തോടുകൂടി ഇവിടെ സമത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതുമല്ലെങ്കിൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തെങ്കിൽ അത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കെതിരായ, ജാത്യാചാരങ്ങൾക്കെതിരായ, തീണ്ടലിനെതിരായ കവിതകൾക്കും
സുപ്രധാനമായൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെയെല്ലാം നാം നവോത്ഥാന നായകന്മാരായി കൊണ്ടാടപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മെ പിരിഞ്ഞിട്ട് ഏകദേശം 86 വർഷമായിട്ടും നാം ഇന്നിവിടെ പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ച്, ജാതിക്കുമ്മിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ജാതിക്കുമ്മിയുടെ രചനയ്ക്ക് ശേഷം 119 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ കാലത്തോട് ചേർത്ത് വെച്ച് വേണം നമുക്ക് വായിക്കാൻ. അതുവരെ കവിതകളെല്ലാം ദൈവസ്തുതികളോ രാജസ്തുതികളോ അല്ലെങ്കിൽ കൗതുകത്തിനോ വേണ്ടിയുള്ളതായിരുന്നു. അങ്ങനെ തമാശന് വേണ്ടി കവിതകൾ എഴുതി രാജാവിനെ, ഭരണാധികാരികളെ, സവർണ മേധാവിത്വത്തെ രസിപ്പിച്ചിരുന്ന കാലത്താണ് ഇവിടെ കീഴ്ജാതിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കവിതകൾ എഴുതാൻ, ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ, കവിതകൾ എഴുതാൻ നമ്മുടെ നവോത്ഥാന നായകന്മാർ മുന്നോട്ട് വന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കവിയാണ് എന്ന നിലയിൽ പലപ്പോഴും നമ്മുടെ സാഹിത്യ ലോകം അംഗീകരിച്ചിട്ടില്ല. തീർച്ചയായും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ദർശനങ്ങൾ അക്ഷരങ്ങളാക്കിയതിൽ നല്ല ഒരു പങ്ക് പണ്ഡിറ്റ് കെ പി കറുപ്പിനുണ്ട്. ജാതിക്കെതിരായ മഹത്തായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ജാതി ചിന്തിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ആശയത്തെ ആവിഷ്കരിക്കുന്നതിൽ വിജയം കണ്ട ഒരു കൃതിയാണ് ജാതിക്കുമ്മി. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നതിൽ അഭിമാനിക്കുകയോ മറ്റുള്ളവരുടെ ഒരു ജാതിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കുകയോ ചെയ്യുന്നത് ജാതി സംബന്ധമായ ഏറ്റവും വലിയ ദുർവിചാരമാണ് എന്ന് ശ്രീനാരായണ ഗുരു ചിന്തിച്ചിരുന്നു. അതിനെയാണ് പണ്ഡിറ്റ് കറുപ്പനും പിന്നാലെ കുമാരനാശാനും അക്ഷരങ്ങൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ആവിഷ്കരിക്കുന്നത്. ജാതിക്കുമ്മി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തുടങ്ങുന്നത് ശ്രീ ശങ്കരാചാര്യ സ്വാമി മുന്നൻ കാശിയിൽ വെച്ചു കുളി കഴിച്ചു ഈശ്വരനെ കാണുവാൻ പോയപ്പോഴുണ്ടായ പേശലുകൾക്ക് യോഗപ്പെണ്ണെ അത് മോശത്തരം തീർക്കും ജ്ഞാനപ്പെണ്ണെ. ലളിതമായ ഭാഷയിലാണ് ഇതിൻ്റെ രചന പോകുന്നത്. തന്നെയുമല്ല, കുമ്മി ഈണത്തിൽ വളരെ മനോഹരമായ, കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ പാടി കളിക്കാവുന്ന ഒരു ശീലം കൂടിയാണ്. അമ്മാനക്കുമ്മി എന്ന നാടൻ വൃത്തമാണ് ഇതിനായി അദ്ദേഹം സ്വീകരിക്കുന്നത്. സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങളും ഭാഷാവൃത്തത്തിലുള്ള കാര്യങ്ങളുമെല്ലാം പണ്ഡിറ്റ് കറുപ്പിൻ്റെ സംഭാവനയായിട്ട് ഉണ്ട്. രണ്ടാമത്തെ ശീലം ഇതാണ്. തിങ്കൾ തലയൻ പറയനുമായി ശങ്കരി എന്ന പറച്ചിയുമായി ശങ്കരാചാര്യർ വരുന്ന വഴിമധ്യേ ശങ്കി എന്നു യോഗപ്പെണ്ണെ ചെല്ലൊരംഗമുണ്ടായപ്പോൾ ജ്ഞാനപ്പെട്ടു. ശങ്കരാചാര്യയുമായിട്ടുള്ള സംവാദത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഇതിൽ പറയാ രൂപത്തിൽ വന്നത് സാക്ഷാൽ ശിവനായിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള ചിന്തയിലേക്കൊക്കെ പോകുന്നു. ശങ്കരാചാര്യരുടെ കാലം AD 788 അദ്ദേഹം ജനിച്ചത്. 820 അദ്ദേഹം മരിക്കുന്നത് എന്ന് പറയപ്പെടും. കാലഗണനയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അക്കാലത്ത് ഉണ്ടായിരുന്ന, അതായത് കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ വലിയ പ്രചാരവും മുന്നേറ്റവും സാമൂഹ്യ സംസ്കൃതിയിൽ നിലനിന്നിരുന്നതിനെ ആദേശം ചെയ്തുകൊണ്ട് ഹിന്ദുമതം വരികയും അതിൻ്റെ പ്രചാരത്തിന്, ആശയത്തിന് ഏറ്റവും അവലംബമായി സ്വീകരിച്ചത് ശങ്കര കൃതികളുമാണ്. ആ നിലയ്ക്ക് ഇങ്ങനെ എതിരെ വരുന്ന ആൾ ചോദിക്കുന്നത്
എൻ്റെ ശരീരമാണോ മാറേണ്ടത് അതോ ആത്മാവാണോ മാറേണ്ടത് എന്ന്. അങ്ങയുടെ ശരീരവും എൻ്റെ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആത്മാവ് അദൃശ്യവുമാണ്. ഇതേതാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അവത്തെ ചോദ്യത്തിൽ ശങ്കരാചാര്യക്ക് സംഭവം പിടികിട്ടിയെന്നാണ് പറയും. അങ്ങനെയാണ് മനീഷാ പഞ്ചകം 5 ശ്ലോകങ്ങൾ എഴുതുന്നത്. അതിൻ്റെ മനീഷാ പഞ്ചകത്തിൻ്റെ വളരെ സ്വതന്ത്രമായ ആശയാവിഷ്കാരം 141 ശീലുകളിലായി അമ്മാനക്കുമ്മി വൃത്തത്തിൽ നമ്മോട് പറയുമ്പോൾ അതിലേക്ക് പുരാണങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്, ലോകരീതികളെ ഉദ്ധരിക്കുന്നുണ്ട്. ഇതെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനസമ്പത്ത്, ആ പാണ്ഡിത്യം വളരെ കൃത്യമായി ഉള്ളത് കൊണ്ടാണ് പണ്ഡിറ്റ് കെ.പി. കറുപ്പിന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൃതി എഴുതാൻ കഴിഞ്ഞത്. ഞാനെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ്, അക്കാലത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ കൃതിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അത്ഭുതം നമുക്ക് തോന്നുക. അന്ന് സവർണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടാത്ത കാലത്ത് ഇങ്ങനെ അടിമയായി കഴിയേണ്ടത് ദൈവനിശ്ചയമാണെന്ന് ഉറച്ചുകൊണ്ട് ആ അടിമത്തം ഏറ്റുവാങ്ങി ജീവിച്ചിരുന്ന ജനസമൂഹത്തെ, അവരെ ചിന്താപരമായി ഉണർത്തുന്നതിന് ആരും മുന്നോട്ട് വരാൻ ശ്രമിക്കാത്ത ശ്രദ്ധിക്കാത്ത കാലത്ത്, ആ ഒരു കാലത്താണ് ഇങ്ങനെ ഒരു രചന നടക്കുന്നത് എന്ന് നാം വിചാരിക്കണം. മനുഷ്യൻ അശുദ്ധമായ കാലം. അങ്ങനെ ഒരു കാലം എങ്ങനെയാണ് നീതിയുക്തമാകുക? പ്രിയമുള്ളവരെ, നാം ഇത് ചേർത്ത് വെക്കേണ്ടത് ഈ വർത്തമാന കാലത്തോടാണ്. നമുക്കറിയാം, ഇന്ത്യ, ഞാൻ ആദ്യം സൂചിപ്പിച്ചൂടെ, 1949 നവംബർ 26 നാം ഭരണഘടന അംഗീകരിക്കുമ്പോൾ 1950 ജനുവരി 26 ഭരണഘടന നടപ്പിൽ വരുമ്പോൾ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. അങ്ങനെയാണ് പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിൻ്റെ പേരിൽ നടമാടിയിരുന്നത് മാറ്റി നിർത്താനും നമുക്ക് മനുഷ്യരായി ജീവിക്കാനും കഴിഞ്ഞത്. ഈ മനുഷ്യരായി ജീവിക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് നമ്മെ നയിച്ച പ്രധാന നവോത്ഥാന മുന്നേറ്റത്തിൽ മുന്നണി പോരാളിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പ്. പലപ്പോഴും ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നമ്മുടെ സാഹിത്യകാരന്മാരെയും നവോത്ഥാന നായകന്മാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ ചരിത്രത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പണ്ഡിറ്റ് കറുപ്പിൻ്റെ സാഹിത്യകൃതികൾ മലയാള സാഹിത്യ ലോകം അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോയത്. അന്ന് പക്ഷേ അക്കാലത്ത്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, പല വേദികളിലും അദ്ദേഹം അവതരിപ്പിച്ച കവിതകളുടെ, നാടകങ്ങളുടെ, അതിൻ്റെയെല്ലാം ആ സർഗസമ്പുഷ്ടത, അതിൻ്റെയെല്ലാം ആ ലക്ഷ്യബോധം, സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള സാധ്യത, അത് കണ്ട് ആ വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ അംഗീകാരം കിട്ടിയിരുന്നു. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും പണ്ഡിറ്റ് കറുപ്പനും കവിഭാരതത്തിൽ അവഗണിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിന് സമാനമായി ഒരു കവിരാമായണം ഉണ്ടാവുകയും അതിൽ സുപ്രധാനമായ സ്ഥാനത്ത് ഇവർ ഇടം പിടിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്ര സാക്ഷ്യമാണ്, ചരിത്ര സത്യമാണ്. ഇന്ന് നാം കാണുന്നത് വീണ്ടും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ പോകുന്നു. ഇന്ത്യ വീണ്ടും ഒരു മതരാഷ്ട്രമാകുന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ ചാതുർവർണ്ണ്യം മടങ്ങി വരും. ചാതുർവർണ്ണ്യം മടങ്ങി വരിക എന്നാൽ ജാത്യാചാരങ്ങളുടെ മടങ്ങിവരവാണ് എന്ന് തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു. അത് ഈ സമൂഹത്തെ കീറിമുറിക്കുകയും
വിഭാഗീയത നിർണയിക്കുകയും ചെയ്യും. ഇന്ന ജാതിക്കാർ, ഇന്ന മതക്കാർ, അവർക്ക് ഇന്ന സ്ഥാനം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയുടെ സാമൂഹ്യ സ്ഥിതിയെ വിഭജിക്കുന്ന പക്ഷം ഇന്ത്യ മുഴുവനായും ഒരു പ്രാന്താലയമായി മാറും എന്നുള്ളതിന് തർക്കമില്ല. 1880കളുടെ അവസാനത്തിലാണ് വിവേകാനന്ദൻ ഈ പ്രദേശത്ത്, അന്ന് കേരളമില്ല, വരുന്നത്. ഈ പ്രദേശം ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും അന്നാണ്. അദ്ദേഹമാണ് 1893 ചിക്കാഗോയിൽ പോയി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രദേശമാണ് എൻ്റെ സ്വപ്നം, ജാതി മതങ്ങൾ തമ്മിലുള്ള വിഭാഗീയത ഇല്ലാതാകുന്ന ഒരു കാലമാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞത്. ഇന്ന് എല്ലാത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ അതിനെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ പണ്ഡിറ്റ് കറുപ്പിനെയും ഒരു മതവിഭാഗം നേടിയെടുക്കുകയും അല്ലെങ്കിൽ കവർന്നെടുത്ത് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന കാലം വിദൂരമല്ല. കാരണം ഇപ്പോൾ ഈയിടെ ഇറങ്ങിയ ഒരു പുസ്തകം കുമാരനാശാൻ ഹിന്ദുത്വം ഊട്ടിയുറപ്പിച്ച കവി എന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിയ മഹാരഥന്മാരെ ജാതീയമായി മതപരമായി മുദ്ര കുത്തുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. പണ്ട് 64 അടി 32 അടി 16 അടിയൊക്കെ മാറി നടന്നിരുന്നെങ്കിൽ, ഭൗതികമായി മാറി നടന്നിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ മനസ്സിലെങ്കിലും ഈ അടിയകലങ്ങൾ സൂക്ഷിക്കുന്നവരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് ജാഗ്രതയോടുകൂടി കാണണമെങ്കിൽ മഹാനായ പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടെ ഉള്ളവർ എഴുതിയ കൃതികൾ നമ്മൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ജാതിക്കുമ്മിയുടെ കാലിക പ്രസക്തി. നാം ഇത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ആധുനിക കവിതയുമായി ചേർത്ത് വയ്ക്കാൻ ജാതിക്കുമ്മിക്ക് സാധ്യമല്ല, അത് ദുരവസ്ഥയ്ക്കും ചണ്ടാലപുഷയ്ക്കും സാധ്യമല്ല. മറിച്ച് അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വികലമായ അയിത്തത്തിനെതിരെ അതിശക്തമായ ആഹ്വാനങ്ങൾ നൽകുന്ന പോരാട്ടത്തിൻ്റെ അക്ഷരങ്ങളാണ് ജാതിക്കുമ്മിയിലുള്ളത്, പോരാട്ടത്തിൻ്റെ ആശയങ്ങളാണ് ജാതിക്കുമ്മിയിലുള്ളത് എന്നതും അത് സാധാരണക്കാർക്കും സാധുക്കൾക്കും അധികം വിദ്യാഭ്യാസമില്ലാത്തവർക്കും കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൃതിയാണ് എന്നതുമാണ് ജാതിക്കുമ്മിയുടെ അക്കാലത്തെയും ഇക്കാലത്തെയും പ്രസക്തി. അതുകൊണ്ട് തന്നെ പണ്ഡിറ്റ് കറുപ്പിൻ്റെ കൃതികൾ, നാടകങ്ങളായാലും കവിതകളായാലും അത് പുതിയ തലമുറയിലേക്ക് ഒരു ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി കൊടുക്കാത്ത പക്ഷം ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലമൊക്കെ മടങ്ങി വന്നാലും അത്ഭുതമില്ല. നമ്മൾ വായനശാലകൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടം നടത്തേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാന നായകന്മാർ, പണ്ഡിറ്റ് കറുപ്പൻ അടക്കമുള്ള നവോത്ഥാന നായകന്മാർ മുന്നോട്ട് വെച്ച ആ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയുണ്ടാവണം. അത് സാഹിത്യത്തിലൂടെ, കലയിലൂടെ, നാടകങ്ങളിലൂടെ, എല്ലാ വിഭാഗങ്ങളിലൂടെയും അതിന് ഒരു തുടർച്ചയുണ്ടാകണം. നവോത്ഥാനത്തിൻ്റെ തുടർച്ച ഏറ്റെടുക്കാൻ ഏറ്റവും അർഹതയുള്ള, ഏറ്റവും അനുയോജ്യമായ സ്ഥാപനം എന്ന നിലയിൽ വായനശാലയ്ക്ക് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. വായന ഒരു പോരാട്ടമാണ്, വായനശാല പ്രവർത്തനം ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം നവോത്ഥാനത്തിൻ്റെ തുടർച്ച ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടമാണ് എന്ന് നമ്മൾ കൃത്യമായും തിരിച്ചറിയണം. പണ്ഡിറ്റ് കറുപ്പൻ്റെ സ്മാരകമാണ് ഈ വായനശാല. അതുകൊണ്ട് തന്നെ ഈ വായനശാലയിൽ നമ്മുടെ രതീശൻ മാഷൊക്കെ ഉണ്ട്. കറുപ്പ മാഷിൻ്റെ നാടകങ്ങൾ എടുത്ത് പരിശീലിച്ച് പുനരാവിഷ്കരിക്കേണ്ട കാലമായിരിക്കുന്നു. അതിനുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്.
ശങ്കരാചാര്യർ പറഞ്ഞൊരു കാര്യം ഇതാണ്: ജാതിഹീനൻ നീ പറയനല്ലോ, ജാതിയിൽ മുമ്പൻ ഞാൻ ബ്രാഹ്മണനും, ഓതിയാൽ അപ്പോൾ നീ ഓടേണ്ടേ മാറേണ്ടേ, നീതി കൈകൂപ്പണ്ടേ യോഗപ്പെണ്ണേ, നിന്റെ ഖ്യാതിക്ക് അത് കൊള്ളാം ജ്ഞാനപ്പെണ്ണേ. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഓരോ ആശയങ്ങൾ. അത് വളരെ ചിന്തിക്കാവുന്ന മറ്റൊരു വരി: കാളി എരയെത്തി പെറ്റതല്ലേ കേളിയേറും വ്യാസമാമുനിയെ, നാളിക നേത്രയെ ശന്തനു രാജാവും വേളി കഴിച്ചില്ലേ യോഗപ്പെണ്ണേ, അത്ര കോളാക്കിയോ തീണ്ടൽ ജ്ഞാനപ്പെണ്ണേ. എത്ര മനോഹരം! ഒരു ചരിത്രത്തെ എടുത്തുകൊണ്ടുവന്ന് ഈ അന്ധമായ അനാചാരത്തെ അതിശക്തമായി വളരെ ലളിതമായി ഈ 5 വരിയിലൂടെ കറുപ്പമാഷ് അവതരിപ്പിക്കുക. അതാ കാളി എരയെത്തി പെറ്റതല്ലേ കേളിയേറും വ്യാസമാമുനിയെ, നാളിക നേത്രയെ ശന്തനു രാജാവും വേളി കഴിച്ചില്ല യോഗപ്പെണ്ണെ, അത്ര കോളാക്കിയോ തീണ്ടൽ ജ്ഞാനപ്പെണ്ണെ. കഥ അറിയാം നിങ്ങൾക്ക് ഇല്ലേ? സത്യവതി വ്യാസന്റെ ജനനം, സത്യവതി ആരായിരുന്നു എന്നും ശന്തനു മഹാരാജാവിനെ വിവാഹം കഴിച്ചതും അവിടെയൊക്കെ അയിത്തം എവിടെയായിരുന്നു എന്നുള്ള എന്താ ഒരു അർത്ഥസമ്പുഷ്ടമായ ചോദ്യം ഈ 5 വരിയിലൂടെ ചോദിക്കുകയാണ്. അതുപോലെ കവിതകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കവിതകൾ കാലാനുവർത്തികളായിരിക്കും. അങ്ങനെയാണ് കവികളും കാലാനുവർത്തികളാകുന്നത്. അതായത് ശരിക്കും കവിതകൾക്കെല്ലാം വലിയ അമരത്വമുണ്ട്. ഒരിക്കലും മരിക്കൂല. അങ്ങനെ മരിക്കാതിരിക്കുന്ന കവിതകൾ എഴുതുന്ന കവികളാണ് കാലാതീതമായി നമ്മൾ കൊണ്ടാടുന്നത്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് പോലെയുള്ള മഹാകവികളെ നമ്മൾ സ്മരിക്കുന്നത്. ഇതാ കേട്ടോളൂ: ശീലഗുണവും പഠിപ്പുമുള്ള വാലനും തച്ചനും പാണന്മാർക്കും ജോലി കൽപ്പിക്കുന്നു, തൃക്കൺ പതിക്കുന്നു, പാലിക്കുന്നു നിത്യം യോഗപ്പെണ്ണേ, സത്യ ലോലുപനീ നിർഭജ്ഞാനപ്പെണ്ണേ. പഠിപ്പും വിദ്യാഭ്യാസമുള്ളവർക്ക് എന്ത് ജോലി ചെയ്യണമെന്നുള്ളത് കൽപ്പിക്കുന്നത് രാജാവാണ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന, ഏത് കാലത്തോടും ചേർന്ന് നിൽക്കുന്ന ആശയം കൊണ്ടും ദർശനം കൊണ്ടും പുരാണ ഇതിഹാസങ്ങളുടെ വിജ്ഞാന സമ്പന്നത കൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു കൃതി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ കാലത്തെ മാറ്റിമറിച്ച ഒരു കൃതി കൂടിയാണ് ജാതിക്കുമ്മി എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമ്മളൊരു കൃതി എഴുതുമ്പോൾ അത് എത്രമാത്രം നെഞ്ചിലേക്ക് എറ്റപ്പെടുന്നു, എത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ കൃതിയുടെ, പ്രത്യേകിച്ച് കവിതയുടെ സ്വീകാര്യത. ചങ്ങമ്പുഴിയുടെ രമണനൊക്കെ ഏറ്റുവാങ്ങിയ പോലെ, വാഴക്കൊലയൊക്കെ ഏറ്റുവാങ്ങിയതുപോലെ, അതുപോലെ ഏറ്റുവാങ്ങിയ ഒരു കൃതി. അത് അങ്ങനെ അധികം കവികൾ നമുക്കില്ല. കുറച്ച് പേരുണ്ട്. നമ്മുടെ കവികളെല്ലാം മിടുക്കര് തന്നെയാണ്. നല്ല സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിരവധിയായ രീതിയിൽ കവിതകൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി അക്ഷരങ്ങളെ മാറ്റി തീർക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്തിട്ടില്ല. അതും അതിൻ്റെ ഒരു തുടക്കം. ഇപ്പം വീണപൂവ കുമാരനാശാൻ എഴുതുമ്പോൾ ഒരു കാൽപ്പനികതയുടെ മഹാവാതായനം തുറന്നിട്ടെങ്കിൽ, ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ എഴുതുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധമായ കവിതകളുടെ രചനയ്ക്ക് അതിവിശാലമായ ഒരാകാശം തുറന്നു വെക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പല കൃതികളും, മലയാളത്തിലെ പല കൃതികളും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രംഗത്ത് വന്നിട്ടുള്ളതും പല രചനകളും രംഗത്ത് വന്നിട്ടുള്ളതും. ഈ സാഹിത്യ രചനകളിലൂടെ, അതുപോലെ കലാസൃഷ്ടികളിലൂടെ, നാടകങ്ങളിലൂടെ എല്ലാം നമ്മൾ ആവിഷ്കരിച്ച ആശയങ്ങളിലൂടെയാണ് നമുക്ക് വലിയ മുന്നേറ്റം, സാമൂഹികമായ വലിയ മുന്നേറ്റം കൈവരിച്ചത്. അതിൽ കേരളം 1ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഈ കൃതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: മറ്റിടങ്ങളിൽ, ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ അത്ര കണ്ട ഐറ്റം ഈ 19ാം നൂറ്റാണ്ടിലോ 18ാം നൂറ്റാണ്ടിലോ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് കാലം പോയപ്പോൾ ഇവിടുത്തെ
ഈ നമ്മുടെ നവോത്ഥാന മുന്നേറ്റം കൊണ്ട് ഇവിടുത്തെ അയിത്തം കുറഞ്ഞു വരികയും മറ്റിടങ്ങളിൽ ഈ ജാത്യാചാരങ്ങൾ വർദ്ധിച്ചു വരികയും നിർഭാഗ്യവശാൽ ഇപ്പോഴും ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവിടെ ഒരു പണ്ഡിറ്റ് കറുപ്പനോ ശ്രീനാരായണ ഗുരുവോ ഒന്നും ഇല്ലാതെ പോയത് കൊണ്ടാണ്. ഇന്നും കീഴ്ജാതിക്കാരൻ ക്ഷേത്രത്തിൽ കയറിയാൽ ആൽമരത്തിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് പച്ചയ്ക്ക് തല്ലുന്ന ജനസമൂഹമുള്ള നാടാണ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 140 കോടിയും നാണം കൊണ്ട് തല കുനിക്കേണ്ട ഗതികേടാണ്. അത് വീണ്ടും ഒരു മതത്തിൻ്റെ പ്രത്യേക രാഷ്ട്രമായി മാറിയാൽ ഇത് അരാജകങ്ങൾ നിറയുന്ന ഒരു നാടായി മാറും. നമ്മുടെ പുതിയ തലമുറ നരകതുല്യമായ ജീവിതം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജാതിക്കുമ്മി പോലെയുള്ള ജാത്യാചാരങ്ങൾക്കെതിരെയുള്ള കൃതികൾ നമ്മൾ തീർച്ചയായും പ്രചരിപ്പിക്കണം. വായനശാലകൾ അത് ഏറ്റെടുക്കണം. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാല മഹാനായ പണ്ഡിറ്റ് കറുപ്പൻ്റെ സ്മാരകമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ. ഈ വായനശാല ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. തന്നെയുമല്ല, മതനിരപേക്ഷതയും ജനാധിപത്യവും ഊട്ടി വളർത്തുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ സ്നേഹവും കരുണയും കരുതലുമെല്ലാം നിറയാൻ കഴിയുക. ആ ഒരു പ്രവർത്തനമാണ് നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക. ഈ കുറച്ച് സമയം എന്നോടൊപ്പം സഞ്ചരിച്ചതിന്, തന്നെയുമല്ല തീർച്ചയായും ഞാൻ ചെയ്തത് അവിവേകമാണെന്ന് എനിക്കറിയാം. അത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ എന്ന് നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ എന്ന മഹാനുഭാവനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയോ അന്നു മുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. ഇവരെല്ലാം നമ്മൾ വായിച്ചാലും തീരാത്ത പുസ്തകങ്ങളാണ്. പണ്ഡിറ്റ് കറുപ്പനൊക്കെ വായിച്ചാലും തീരാത്ത ഒരു പുസ്തകമാണ് പണ്ഡിറ്റ് കറുപ്പൻ. വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, അവരുടെ പ്രവർത്തന മേഖലയുടെ, തന്നെയുമല്ല അവരുടെ എഴുത്തുകളിൽ ഓരോ തവണ വായിക്കുമ്പോഴും അതിൽ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് കിട്ടും. അത് കവിതയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം അപൂർണമായിരിക്കും. ആ അപൂർണമായ ഒരു ആശയാവിഷ്കാരമാണ് തീർച്ചയായും ഇങ്ങനെയുള്ള മഹാരഥന്മാരെ പറ്റി സംസാരിക്കുമ്പോൾ എന്നെപ്പോലെ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുക. എന്നോട് ഒപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹാദൗത്യമേൽപ്പിച്ച വായനശാലയുടെ ഭാരവാഹികളോട് സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദാസാറിൻ്റെ മനോഹരമായ ഈ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ നടത്താൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടന്ന നാടകക്കളരിയിൽ മുഴുവനായി പങ്കെടുക്കുകയും ഇന്നിവിടെ നാടകം അവതരിപ്പിച്ച നമ്മുടെ മിടുക്കരായ കലാകാരന്മാരും കലാകാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. ഞാൻ പേര് വിളിക്കുന്നവർ വേദിയിലേക്ക് വരിക. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ അതിഥി AK ദാസ് സാറിനെ ക്ഷണിക്കുന്നു. ആദ്യം സയാ ഫാത്തിമ വി എസ് വേദിയിലേക്ക് വരിക. നല്ലൊരു കയ്യടി കൊടുക്കട്ടെ കുട്ടികൾക്ക്. സയാ ഫാത്തിമ കടയന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ AK ദാസ് സാറിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക. അടുത്തതായി സഞ്ജയ് കൃഷ്ണ എസ് ദാസാറിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. അടുത്തതായി അജിൻസ ഫാത്തിമ CA. അജിൻസ ഫാത്തിമ കൊച്ചുകുട്ടിയാണ്, ദാസാറിൽ നിന്നും സ്വീകരിക്കുന്നു. നന്ദി ശ്രീദാസ് സാർ. അടുത്തതായി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി രതീശൻ മാഷിനെ തന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഫ്ലഹ ഫർഹത്ത് ഗുരുവിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. അടുത്തതായി മഹദിയ ഫാത്തിമ KN. നന്ദി രതീഷ് മാഷ്. അടുത്തതായി വായനശാല പ്രസിഡന്റ് ശ്രീ റാഫേൽ ഇമ്മാനുവൽ. ദിയ ഫാത്തിമ VS
ദിയ ഫാത്തിമ VS വായനശാല പ്രസിഡന്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. കയ്യടി പോരാട്ടോ. അഭിമന്യു വായനശാല പ്രസിഡന്റ് ശ്രീ റാഫേൽ ഇമാനുവലിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. നന്ദി ശ്രീ റാഫേൽ ഇമാനുവൽ. അടുത്തതായി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി വായനശാല സെക്രട്ടറി ശ്രീ പത്മകുമാർ ക്ഷണിക്കുന്നു. ജുസൈന എം ജെ വായനശാല സെക്രട്ടറി ശ്രീ പത്മകുമാറിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. അവസാനമായി അംജദ യാസിം CA. അംജദ യാസിം, നല്ലൊരു കൈയടി കൊടുക്കുക. അംജദ യാസിം ശ്രീ പത്മകുമാറിൽ നിന്നും അവാർഡ് സ്വീകരിക്കുന്നു. ബാക്കി കുറച്ച് കുട്ടികൾ നാടക ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് പിന്നീട് നൽകുന്നതായിരിക്കും. ഇന്ന് നാടകം അവതരിപ്പിച്ച കുട്ടികൾ കൂടിയാണ് കൊടുത്തത്. ഇനി പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഔദ്യോഗിക ചടങ്ങാണ് നന്ദി പ്രകാശനമാണ്. അതിനു മുമ്പായിട്ട്, നന്ദി പ്രകാശനം നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഏതാണ്ട് 40-45 മിനിറ്റോളം നമുക്ക് വേണ്ടി പണ്ഡിറ്റ് കറുപ്പനെ അനുസ്മരിച്ച ദാസാറിൻ്റെ ഒരു സംസാരത്തെക്കുറിച്ച് പറയാതെ പോകാൻ വയ്യ. അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗം, കൃതിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അത്ഭുതം ശ്രദ്ധിച്ച മകള്. അദ്ദേഹം പറയുമ്പോൾ ആ ഒരു ഒഴുക്കിൽ ഞാനത് കേട്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കപ്പെടേണ്ടത്? എന്തുകൊണ്ടാണ് ജാതിക്കുമ്മി കാലാതീതമായി ഈ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉത്തരം വ്യക്തമായ രീതിയിൽ അദ്ദേഹം കാണിച്ചു തന്നു. നമ്മുടെ നാട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്കിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെ പോലുള്ള വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ പേരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. ഒരുപക്ഷെ നമ്മുടെ നാട് ഇങ്ങനെയായി എന്നതിനെക്കുറിച്ച്, നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, കഴിഞ്ഞ 100 വർഷത്തെ കാര്യങ്ങൾ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. കായൽ സമ്മേളനവും വില്ലുവണ്ടി സമരവും അരുവിപ്പുറം സമ്മേളനവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം, നവോത്ഥാന തുടർച്ച ഏറ്റെടുക്കാനായിട്ട് ഇന്ന് ഏറ്റവും അതിന് സാധിക്കുന്ന ഒരു സമൂഹമായിട്ട് വായനശാല പ്രവർത്തകർ മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ മറ്റൊരു വശം, നമ്മൾ ഉൾപ്പെടെയുള്ള, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ സമൂഹം ഇന്നത് ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ നമുക്കല്ല ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത വിധത്തിൽ നമ്മുടെ നാട് കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കപ്പെടണം. പണ്ഡിറ്റ് കറുപ്പനെ പോലെ നവോത്ഥാന കാലഘട്ടത്തിലെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടല്ല, അവർ നൽകിയ സംഭാവനകൾ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുത്തുകൊണ്ട് അവർ വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ നേട്ടം, അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സഞ്ചരിക്കുന്നവർക്ക് ഇപ്പോഴും നമുക്ക് നേരിട്ട് കാണാവുന്ന കാര്യമാണ്. കേരളത്തിൽ കാണാത്ത ഐറ്റം നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ദക്ഷിണേന്ത്യയിലെ കേരളം ഒഴിച്ച് പല സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് നേരിട്ട് അനുഭവിക്കാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിൽ ഇന്ന് നമ്മൾ ഈ നേടിയെടുത്ത നേട്ടങ്ങൾ അത് തിരിച്ചു പോകാതെ സംരക്ഷിക്കേണ്ട നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന തിരിച്ചറിവോടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കടയന്നൂർ താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ശ്രീ AK ദാസാറിന് വളരെ ആദരവോടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച നമ്മുടെ വായനശാല പ്രസിഡന്റ് ശ്രീ റാഫേൽ ഇമാനുവൽ, അദ്ദേഹവും തുടക്കത്തിൽ തന്നെ വളരെ ഹ്രസ്വമായിട്ടെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. അദ്ദേഹത്തെ ഉൾപ്പെടുന്ന കൈകൾ ഇന്നത്തെ പരിപാടിയിൽ ഈ പരിപാടി പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മദിനം വളരെ വർണ്ണാഭമാക്കി തീർത്തത് ഇന്നത്തെ കുട്ടികളുടെ നാടക പ്രോഗ്രാമാണ്.
അതിലൂടെ നമ്മുടെ ഗ്രന്ഥാലയത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞ ശ്രീ AR രജീഷ് മാഷിന് ആദരവോടെ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ പരിപാടികളുടെയും കടിഞ്ഞാൻ കയ്യിലേറുന്ന നമ്മുടെ സെക്രട്ടറി ശ്രീ പത്മകുമാറിനെ സ്നേഹപൂർവ്വം അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള ഞാൻ പേര് പറയുന്നില്ല, ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒട്ടും കുറയാതെ ഇന്ന് ഈ നാടക ക്യാമ്പിൽ പങ്കെടുത്ത് ഇന്ന് ഇവിടെ നാടകം അവതരിപ്പിച്ച കൊച്ചുകുട്ടികളോടുള്ള നന്ദിയും പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാലയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.